ത്രിഭുവൻ സഹകാരി സർവകലാശാല ബിൽ ലോക്സഭ പാസാക്കിയതോടെ സഹകരണ വിദ്യാഭ്യാസത്തിന് രാജ്യത്താദ്യമായി കേന്ദ്ര സർവകലാശാല സ്ഥാപിക്കുന്നതിന് വഴിയൊരുങ്ങുന്നു. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ് അഥവാ ഇർമയെ ദേശീയ സർവകലാശാലയാക്കി വിപുലീകരിക്കാനുള്ള ബില്ലിനാണ് ലോക്സഭ അംഗീകാരം നൽകിയത്. രാജ്യം സ്വാതന്ത്ര്യം നേടി 75 വർഷം പിന്നിട്ട ശേഷമാണ് ആദ്യമായി ഒരു സഹകരണ സർവകലാശാല സ്വന്തമായി ലഭിക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് അടിത്തറ പാകിയ ത്രിഭുവൻ ദാസ് പട്ടേലിന്റെ പേരാണ് ബില്ലിന് നൽകിയിരിക്കുന്നത്. സഹകരണ മേഖലയിലെ ലാഭം എല്ലാ ദരിദ്രരായ സ്ത്രീകളിലേക്കും എത്തണമെന്നതായിരുന്നു ത്രിഭുവൻ ദാസ് പട്ടേലിന്റെ ദർശനമെന്നും അതുകൊണ്ടാണ് ഈ ബില്ലിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുന്നതെന്നും ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകവേ കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു. नई प्रौद्योगिकी का फायदा कोऑपरेटिव को मिलेगा, अनुसंधान और नवाचार भी बढ़ेंगे और जमीन पर एक मजबूत कोऑपरेटिव खाका समग्र देश में सिमेट्रिक तरीके से डेवलप होगा, ये मान्यवर मेरा विश्वास है. इससे ग्रामीण अर्थव्यवस्था भी मजबूत होगी और ये जो एपेक्स सहकारी विश्वविद्यालय बनेगा जो त्रिभुवन पटेल जैसे महान व्यक्ति के नाम के साथ जुड़ा है मान्यवर, वो इस देश के सहकारिता क्षेत्र को बहुत अच्छे सहकारिता कर्मी देने का काम करेंगे. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സഹകരണ മേഖലയിലെ നൂതനാശയവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കാൻ സർവകലാശാല ലക്ഷ്യമിടുന്നു. സഹകരണ സർവകലാശാലയ്ക്ക് എല്ലാ വർഷവും 8 ലക്ഷം പേരെ പരിശീലിപ്പിക്കാൻ ശേഷിയുണ്ടാകും. സഹകരണ മനോഭാവത്താൽ പ്രചോദിതവും ആധുനിക വിദ്യാഭ്യാസത്താൽ സജ്ജവുമായ ഒരു പുതിയ സഹകരണ നേതൃത്വം മുഴുവൻ രാജ്യത്തിനും ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു. हर गांव में कोई न कोई ऐसी इकाई है जो सहकारिता के माध्यम से कृषि विकास, ग्रामीण विकास और स्वरोजगारी के काम के अंदर जुटी हुई है, देश के विकास के अंदर योगदान करती है. और ये जो विधेयक है ये आपके माध्यम से पारित होने के बाद इससे ग्रामीण अर्थव्यवस्था सशक्त होगी, स्वरोजगार और छोटी उद्यमिता इसका विकास होगा, सामाजिक समावेशन भी बढ़ेगा और नवाचार और अनुसंधान में भी कई नए मानांक गढ़ने के लिए मौके उपलब्ध होंगे. और एक प्रकार से सहकारिता की भावना से युक्त और आधुनिक शिक्षा से लैस एक नया सहकारी नेतृत्व, कोऑपरेटिव लीडरशिप पूरे देश को प्राप्त होगी. ഈ സർവകലാശാലയിലൂടെ ആഭ്യന്തര ആഗോള മൂല്യശൃംഖലയ്ക്ക് വലിയ സംഭാവന നൽകാൻ രാജ്യത്തിനാകും. പുതിയ യുഗത്തിലെ സഹകരണ സംസ്കാരവും ഈ സർവകലാശാലയിൽ നിന്ന് ആരംഭിക്കും. രാജ്യത്തുടനീളം ആയിരക്കണക്കിന് സഹകരണ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നുണ്ടെങ്കിലും അവയ്ക്കൊന്നും പൊതുവായൊരു കോഴ്സ് ഇല്ലെന്നത് നിലവിലെ പരിമിതിയാണ്. എന്നാൽ പുതിയ സർവകലാശാലയിൽ സഹകരണ മേഖലയുടെ ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. സർവകലാശാലയിൽ ബിരുദം, ഡിപ്ലോമ കോഴ്സുകളും PhD ബിരുദങ്ങളും ഉണ്ടാകും. നിലവിലുള്ള ജീവനക്കാർക്ക് ഒരാഴ്ചത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സും ആരംഭിക്കും. സമ്പന്നമായൊരു ഇന്ത്യക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിത്തറയിടുകയാണെന്നും ഈ ബിൽ അതിന് ശക്തമായൊരു ഘടന നൽകുമെന്നും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു.